ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് US മധ്യസ്ഥത വഹിച്ചെന്ന അവകാശവാദം ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാക് ഇന്ത്യ ആണവയുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചത് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വ്യാപാര ഇടപെടലുകൾ അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അചഞ്ചലവും ശക്തവുമാണ് ഇന്ത്യ പാക് നേതൃത്വങ്ങളെന്ന് അറിയിക്കുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. സാഹചര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാനും ധൈര്യത്തോടെയും വിവേകത്തോടെയും പെരുമാറാനും ഇരു രാജ്യങ്ങൾക്കും സാധിച്ചു. വ്യാപാര വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഇരുവരെയും അനുനയിപ്പിക്കാൻ ഒരു പരിധിവരെ സാധിച്ചു. ഞങ്ങൾ നിങ്ങളുമായി ഒരുപാട് വ്യാപാരം ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഇത് ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾ ഇത് അവസാനിപ്പിച്ചാൽ വ്യാപാരത്തിന് തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ യാതൊരു വ്യാപാരത്തിനും US തയ്യാറാകില്ലെന്ന് അറിയിച്ചു. ഞാൻ ഉപയോഗിച്ചതുപോലെ വേറൊരാളും വ്യാപാരത്തെ ഉപയോഗിച്ചു കാണില്ല. അതിനുശേഷം അവർ വളരെ പെട്ടെന്ന് തന്നെ അത് അംഗീകരിച്ചു. ഇനി ഇന്ത്യയുമായി നിരവധി വ്യാപാരങ്ങൾ പാകിസ്ഥാനുമായി നടത്താൻ പോവുകയാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ നടക്കുകയാണ്. പാകിസ്ഥാനുമായും ഉടൻ ചർച്ച നടത്തും. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ആണവ യുദ്ധമാണ് അവസാനിപ്പിച്ചത്. വളരെ മോശപ്പെട്ടൊരു ആണവ യുദ്ധമായി മാറിയേനെ ഇത്. ഇരു രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ വൈസ് പ്രസിഡന്റ് JD വാൻസിനും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നതിന് ഇന്ത്യ സമ്മതിച്ചോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെടുകയായിരുന്നു. പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ഒരു നിഷ്പക്ഷ വേദി ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നോ എന്ന് വ്യക്തമാക്കണം. ഇന്ത്യൻ കമ്പോളം അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാമെന്ന് സമ്മതിച്ചോ എന്നും വ്യക്തമാക്കണം. വിവിധ പാർട്ടി നേതാക്കളുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കണമെന്നും ഇന്ത്യൻ സേനയെ കോൺഗ്രസ് സല്യൂട്ട് ചെയ്യുന്നുവെന്നും ജയറാം രമേശ് പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ ഇടപെട്ടുവെന്ന US വാദത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് പാകിസ്ഥാൻ ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ഇന്ത്യ പറഞ്ഞത്. ഇന്ന് രാജ്യത്തോടുള്ള അഭിസംബോധനയിലും പ്രധാനമന്ത്രി ഇക്കാര്യം ആവർത്തിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നയപ്രഖ്യാപനമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ഈ പരാമർശം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കില്ല. ആണവായുധമെന്ന ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ഇന്ത്യയെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പാകിസ്ഥാനെതിരായ തിരിച്ചടി താൽക്കാലികമായി മാത്രമാണ് ഇന്ത്യ നിർത്തിവെച്ചത്. അവരുടെ പ്രതികരണം അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ തുടർ നടപടികളെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു.